ചെറിയ പൂവ് കോൺവെന്റ് സ്കൂള്. അതേത് സ്കൂള്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ, നൂറിനാട്. ഓ അവിടെ നിന്നല്ലേ. അല്ല നീ എന്താ പാതി വെച്ച് അഡ്മിഷൻ എടുത്ത്? അത് പിന്നെ ഏത് പിന്നെ? രോഹിത് ടീം. പേര് എഴുതല്ലേടാ പ്ലീസ്. എഴുതല്ലേടാ പ്ലീസ് ഡാ. പേര് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് തരും? പപ്സ് അടിച്ചിട്ട്. എടാ പപ്സിനുള്ള പൈസ എൻ്റെ ഇല്ല. സിപ്പപ്പ് എടാ 2 സ്റ്റാർ ഇടാം. അല്ലല്ല വാങ്ങിച്ചുതരാം. സിപ്പപ്പ് ആ ഉറപ്പാ വിട്ടോ നല്ലപോലെ വിട്ടോ. ഇനി സംസാരിക്കരുത്. സംസാരിക്കരുത് ആരും. അഖിലെ പേര് വെട്ടുക. 2 സിപ്പപ്പ് മറക്കല്ലേ. ഓ വിഷ്ണു, വട്ടപ്പാടിന്റെ പ്രാക്ടീസ് പോകുന്നില്ലയോ? സംസാരിക്കരുത്. നാളെ എല്ലാവരും മാത്സിൽ നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കി വെക്കണം. ആരെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ ആബ്സെന്റ് ആയ ദിവസത്തെ നോട്ട് ഇടാൻ വേണ്ടി പേപ്പർ ഇടുമല്ലോ, ആ പേപ്പർ നൈസായിട്ട് ഇങ്ങനാണെങ്കിൽ എൻ്റെ ബുക്കിൽ പേരൊന്നും കാണത്തില്ലല്ലോ. എന്തേലൊക്കെ എഴുതിയ മാർക്കിലൂടെ കീറാൻ പറ്റത്തുള്ളൂ. എടാ നിന്റെ ബുക്കിലൊന്നും ഇല്ലെന്ന് പിന്നെ എന്തിനാ കീറുന്നേ? ഏറുപന്ത് കളിക്കാം. ഇവരാളുകളല്ലോ. എന്തോ ഒരു പേര്? എൻ്റെ പേര് വിഘ്നേഷ്. വിക്കി എന്ന് വിളിക്കും. പപ്സിന്റെ കാര്യം മറക്കരുത്. അവിടെ എന്തൊരു ചിലപ്പാടായത്. അപ്പുറത്ത് വരെ കേൾക്കാമല്ലോ നിന്റെയൊക്കെ ചിലപ്പ്. പേരെഴുതി ലിസ്റ്റിംഗ് ആണോ? ഞാനേ ഇവിടെ കാണിറ. അഖില് വെട്ടിയിട്ട് പപ്സ്, രോഹിത് വെട്ടിയിട്ട് സിപ്പപ്പ്, നിഖില് വെട്ടിയിട്ട് വീണ്ടും പപ്സ്. ഇതിനു വേണ്ടി സ്ഥലമുണ്ടോ? അശ്വം വെട്ടിയിട്ട് ഇതെന്തോ പോക്കോയോ? പോളോ ഡയറി മിൽക്ക് ലഡു. ഇതൊക്കെ ഞാൻ വാങ്ങണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചതാ. ആണോ? അപ്പൊ ഇനി എന്തിനാ ഈ പേര് വെട്ടിയേക്കുന്നേ? കൈക്കൂലിയ കള്ളൻ. ഞാനേ അവനെ ഒന്ന് കാണട്ടെ. നിങ്ങളൊക്കെ എനിക്ക് പണി തരുമല്ലയോ? കാണിച്ചു തരാം. നിനക്കൊക്കെ ഞാൻ പണി തരോടാ. കാണിച്ചു തരാം. അടുത്ത വീട് സാറില്ല. കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തന്നിരിക്കും. എടാ ക്ലാസ് ലീഡർ ഭയങ്കര ചൂട് കാണുമല്ലോ. എടാ അവൻ ക്ലാസ് ലീഡർ ഒന്നുമല്ല, പിന്നെ ക്ലാസ് ലീഡറിന്റെ കൂട്ടുകാരനാ. എന്താടാ പ്രശ്നം? ദോ വരുന്നതാണ് ക്ലാസ് ലീഡർ. എടാ ഇവന്മാരെ എനിക്കിട്ട് പണിയല്ല, നമുക്കിട്ട് പണി സാറെടുത്ത്. ഞാനിവിടെ ക്ലാസ് ലീഡറായിട്ട് ഇരിക്കുമ്പം നമുക്കിട്ട് പണിയുന്നോ? ഒന്ന് കാണണമല്ലോ അത്. ഇവന്മാരെ എണീക്കടാ. എന്താടാ നിന്റെയൊക്കെ പ്രശ്നം? നീയൊക്കെ ഞങ്ങൾക്കിട്ട് പണിയുവോ? നിന്റെ ലൈൻ്റെ കാര്യം, ഈ ബാത്റൂമിൽ മാത്സ് ടീച്ചറിന്റെ പടം വരച്ചു വെച്ച കാര്യം, ഇതൊക്കെ ഞാനേ സാറിനോട് അങ്ങ് പറയാൻ പോവാ. ഓക്കെ പറയാതിരിക്കാം, പക്ഷെ ഇവൻ പറയണം. നീയൊക്കെ ഞാൻ ക്ലാസ് ലീഡറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നുള്ള കാര്യമാണ് മറന്നുപോയി. എടാ 2 പപ്സും ഒരു സിപ്പും വാങ്ങിച്ചു തരാം. ഓക്കെ ഞാനത് മറക്കാം. അല്ലടാ ഓക്കെ, നീ മറന്ന ഞാനും മറക്കാം. ഓ അപ്പൊ ഇവരാണല്ലേ ലീഡറിന്റെ വാല്? ചെറിയ വാലല്ല, 1.5 വാലാ. രണ്ടൂടെ ക്ലാസ്സിൽ കിടന്ന് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇച്ചിരി കൂടുതലാ. ആരാ ഇവരെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നേ? അത് എലക്ഷനാണ്, നമ്മുടെ പയ്യനാ എലക്ഷൻ നിൽക്കുന്നത്. ഇവൻ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാ പിന്നെ ഈ ക്ലാസ്സിൽ ആഘോഷമാണ്. നിങ്ങൾക്ക് പൊളിക്കാം, ആരെയും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവൻ പേരെഴുത്തില്ല, മറ്റു പറഞ്ഞു. പിന്നെ ഏതെങ്കിലും ടീച്ചർ ലീവ് ആണെങ്കിൽ ഇവിടെ മാത്സ് ടീച്ചർ കയറത്തില്ല, നിങ്ങൾ ഗ്രൗണ്ടിലായിരിക്കും. അങ്ങനെ വിചാരിച്ചു മനസ്സിലായോ? സ്റ്റാഫ് റൂമിൽ നിന്ന് വരുന്ന റെയ്ഡുകൾ വിശ്വസ്തമായി നേരത്തെ ചോർത്തി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ലൈൻ അടിക്കുന്നവർക്ക് നമ്മളുടെ കാവലും ഉണ്ടായിരിക്കുന്നതാണ്. നിനക്ക് തന്നെ. അതെന്തായാലും കളിക്കട്ടോ. പിന്നെ എല്ലാവരും ഞാൻ നോട്ട്ബുക്ക് കളക്ട് ചെയ്യണം. അടുത്ത വീട് പേരെഴുതണം. ഞാൻ എവിടെ പോയി ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞോളാം. പ്രാക്ടീസ് പറഞ്ഞാൽ മതി. ലീഡർ സ്റ്റാഫ് റൂമിലോട്ട് വരണം. ഞാൻ പോണോ? വേണ്ട, ഞാൻ പോകണം. എന്താ സാറേ വിളിച്ചേ?
ഷിയാസേ ക്ലാസ്സിലെ ലീഡർ ആരാ? ഞാനാ സാറേ. എന്നിട്ട് ആരാ പേരെഴുതാൻ നിൽക്കുന്നത്? അത് പിന്നെ ഇടയ്ക്ക് അഖിലെഴുതും. ആരാ പറഞ്ഞേ അങ്ങനെ എഴുതിക്കാൻ? അല്ല, ഞാൻ തന്നെ അങ്ങ് ചെയ്യിപ്പിച്ച. എടാ, നിന്റെ ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ നിന്നെ ലീഡർ ആക്കിയേക്കുന്നേ? സാറേ, അത് ഞാനാ നിന്റെ ക്ലാസ് ടീച്ചർ. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കൂട്ടുകാരൊക്കെ കാര്യം ശരിയാ, എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഇനി മേലാൽ ഇത് ആവർത്തിച്ചോണ്ടല്ലോ. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് വോട്ട് വന്ന് ജയിപ്പിക്കാൻ. എന്താ നോക്കുന്നത്? ഇപ്പൊ പണിയായില്ലയോ? ആള് സംസാരിക്കുന്നത്. അഖിലേരാ, നീ കയറി, ഞാൻ എഴുതിക്കോളാം. ഇവിടെ പേര് കഴിക്കോളാം. ഇല്ല, ഞാൻ എഴുതിക്കോളാം. കയറി. ഇനി ആരും ക്ലാസ്സിൽ സംസാരിക്കാൻ പാടില്ല. പറഞ്ഞ കേട്ടല്ലോ. ബീബിനെ ഉണ്ടാകണ്ട. ഇനി സംസാരിച്ച പേരെഴുതു. വൈകിട്ട് ക്രിക്കറ്റിന് കാണുമോ? അവൻ പേരെഴുതണം. അവൻ നമ്മുടെ പയ്യനാ. അവൻ നമ്മുടെ പേരെഴുതാണ്. എന്റെ എഴുത്തില്ല അവൻ. അഖിലെ, പേരെഴുതുവോ? അത് പിന്നെ സാറുണ്ടായിരുന്നു, അതാ പേര്. വൈകിട്ട് കളിക്കുന്ന നീ ആണോ? എടി, നമ്മുടെ റിലേഷൻ വീട്ടിൽ അറിഞ്ഞതേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റെഡിയാക്കാം. എന്റെ പൊന്നു സാറേ, ആ പെങ്കൊച്ചിന്റെ അമ്മ ഹൈസ്കൂളിലെ ടീച്ചറാ. ഇവൻ ലീഡറാന്ന് വെച്ച് എന്തും ചെയ്യാവോ? ഇതിങ്ങനെ വിടാൻ പറ്റത്തില്ല സാറേ. ആ തക്ക സമയത്ത് ആ അഖിൽ വന്ന് പറഞ്ഞോണ്ട് ഇവനെ പിടിക്കാൻ പറ്റി. എടാ ഷിയാസ്, എനിക്കൊരു 8ന്റെ പണിയായിട്ടിരുന്നു. ഫോൺ മാറ്റി. അഖിലേ, അപ്പം അടുത്ത ആഴ്ച നമ്മുടെ സ്കൂളിലെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് ആർക്കാണ് ഇലക്ഷന് മത്സരിക്കാൻ താല്പര്യം? ആർക്കാ? ഈ ജയിക്കുന്ന എനിക്കൊന്ന് കാണണം. കാണിക്കാം.